ഹായ്. 69 എന്ന പൊസിഷനെക്കുറിച്ചും ലൈംഗിക ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയില്ലാത്തവരൊക്കെ വളരെ ചുരുക്കമാണ്. എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പല ദമ്പതിമാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, അറപ്പ്, വെറുപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പലപ്പോഴും ആളുകൾ നമ്മളോടൊക്കെ അഭിപ്രായപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ 69 ഇത്രയും പ്രശ്നമായിട്ട് പലർക്കും തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പങ്കാളികൾ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിലോ, അല്ലെങ്കിൽ സ്വവർഗ അനുരാഗികളോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു ലൈംഗിക സംതൃപ്തിയുടെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യമാണ് രണ്ടു പേരുടെയും ഹൃദയം തുറന്നുള്ള ഇടപഴകൽ, അതുപോലെ സ്നേഹം, പരസ്പരമുള്ള കരുതൽ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധത്തിൽ മാത്രം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് വദനരതി എന്ന് പറയുന്നത്. 69 ഈ ഒരു കാര്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്നാൽ പല ആളുകൾക്കും ഇത് ഭയങ്കര അറപ്പാണ്. എന്തുകൊണ്ടാണ് അറപ്പുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് വദനരതിയുടെ പ്രാധാന്യമെന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് താനും. അതായത് നാവ്, ചുണ്ട്, പല്ല്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ കൊണ്ട് നമ്മുടെ പങ്കാളിക്ക് ഒരു സന്തോഷം പകരുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ 69 സ്വാഭാവികമായ ബന്ധത്തിലാണെങ്കിലും ഫോർപ്ലേ എന്നൊരു കാര്യമുണ്ട്. അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. വദനരതിയെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് യോനിപാനം എന്നും, രണ്ട് ലിംഗപാനം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേരുകളൊന്നും മിക്കവർക്കും അറിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം 69 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ടു പേർക്കും ഒരേപോലെ താല്പര്യമുണ്ടാകണം. അതായത് ചിലപ്പോൾ പുരുഷന് താല്പര്യം ഉണ്ടാകാം, ഭാര്യയ്ക്ക് താല്പര്യമുണ്ടാവുകയില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീകൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ, അല്ലെങ്കിൽ മദ്യം, സിഗരറ്റ്, പാൻ പരാഗ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഗന്ധം പലർക്കും ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പലപ്പോഴും സ്ത്രീകളുടെയൊക്കെ ഒരു പ്രശ്നമാണ്, അവർക്ക് വ്യക്തി ശുചിത്വമൊക്കെ ഉണ്ടെങ്കിലും വായ്നാറ്റം അസഹനീയമായിരിക്കും. പലപ്പോഴും പലരും ബ്രഷ് ചെയ്യുന്നവരായിരിക്കും, പക്ഷേ അവർക്ക് ഈ ഒരു സ്മെല്ല് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുരുഷന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ നിങ്ങൾ കൃത്യമായിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മോണവീക്കം ഉൾപ്പെടെയുള്ള ദന്തരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ എന്തൊക്കെ ചെയ്താലും കൂടുതൽ ഇത്തരത്തിലെ ഗന്ധം നിങ്ങളുടെ വായിലുണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതൽ അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക തുടങ്ങിയ കാര്യങ്ങൾ പതിവായിട്ട് നിങ്ങൾ വായിലിട്ട് ചവയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കുറേ ആളുകളുടെ ഒരു പ്രശ്നമാണ് വെളുത്തുള്ളിയുടെ അമിതമായ ഉപയോഗം. ദയവായിട്ട് വെളുത്തുള്ളി അധികം ഉപയോഗിക്കുന്ന ഒരു ശീലം ആളുകൾക്കുണ്ട് എങ്കിൽ അത്തരം പ്രവണതകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. ഇനി പറയുവാനുള്ള ഏറ്റവും മനോഹരമായ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ രണ്ടു പേര് കൂടെ ഒരുമിച്ചൊന്ന് കുളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കറിയാം, ശരീരത്തിന് വൃത്തി വരും. ശരീരത്തിന് വൃത്തി എന്ന് പറഞ്ഞാൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ലൈംഗിക അവയവങ്ങളൊക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കും. പക്ഷേ തുടയിടുക്കുകൾ, കാല്, ഇങ്ങനെ ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ, കഴുത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഭയങ്കര ഡേർട്ടി സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരൂടെ ഒരുമിച്ച് കുളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളും ശരീരം മൊത്തം ഒരു ശുദ്ധിയുണ്ട്. ഒപ്പം രണ്ടുപേർക്കും കുറച്ചുകൂടി ഒരു താല്പര്യമൊക്കെ വർദ്ധിക്കും, കുറച്ചുകൂടി സ്നേഹവും ഒരു സഹകരണ മനോഭാവമൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കൂടുതൽ ശരീരത്തിൽ ദുർഗന്ധമുള്ള ആളുകൾ കുളിക്കുന്ന വെള്ളത്തിൽ യൂക്കാലിപ്റ്റസ്, അല്ലെങ്കിൽ അരോമ ഓയിലുകൾ, അല്ലെങ്കിൽ സാൻഡൽവുഡ് ഓയിൽ, റോസ്മേരി ഓയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അണ്ടർ ആംസിലും തുടയിടുക്കുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
പലരുടെ ഒരു ധാരണ വെളിച്ചെണ്ണ നല്ലതാണല്ലോ, കറുപ്പ് നിറം മാറാൻ നല്ലതാണെന്ന്. തീർച്ചയായിട്ടും വെളിച്ചെണ്ണ കറുപ്പ് നിറം മാറാനൊക്കെ സഹായകമാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്മെല്ല് വേർത്ത് കഴിയുമ്പോൾ വല്ലാത്ത ഒരു ഗന്ധമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ സഹായകമായിട്ട് മാറുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം അല്പം ഗന്ധമുള്ള സാൻഡൽവുഡ് ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലർക്കും ആദ്യമൊക്കെ ഉള്ളവരിൽ ചില ടേസ്റ്റുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരീരസ്രവങ്ങളുടെയൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ വിവിധ ഫ്ലേവറിലുള്ള സ്ട്രോബെറിയോ ചോക്ലേറ്റ് വാനില ഇങ്ങനെ ഇഷ്ടം പോലെ തരത്തിലുള്ള കോണ്ടംസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളിൽ നിന്ന്, ശരീരസ്രവങ്ങളുടെ മണം, അതിൻ്റെ ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് മോചനം നേടുവാനായിട്ട് കഴിയുന്നതാണ് എന്ന കാര്യവും നിങ്ങൾ മറക്കാതിരിക്കുക. ഇതുപോലെ 69 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലെയും കക്ഷത്തിലെയും ഒക്കെ രോമങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗിക അവയവങ്ങളിലെ രോമം പൂർണ്ണമായിട്ടും മാറ്റുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് 15 രീതിയിലൊക്കെ ഏർപ്പെടുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതുപോലെ ചുരുക്കം ചില ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, തങ്ങളുടെ പങ്കാളികളെ കടിച്ച് വേദനിപ്പിക്കുക, അല്ലെങ്കിൽ ആവേശമൊക്കെ മൂത്ത് കഴിയുമ്പോൾ അവരെ മനസ്സറിഞ്ഞു അറിയാതെയൊക്കെ ഒരു രസത്തിനങ്ങ് കടിക്കും. ഇത് പലപ്പോഴും പങ്കാളിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും പങ്കാളിക്ക് ലൈംഗിക ബന്ധത്തിൽ പോലും പിന്നീട് ആ വ്യക്തിയോടൊപ്പം ഇടപെടാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഭയമായിരിക്കാം, അല്ലെങ്കിൽ ആ സുഖം മുഴുവൻ കളയുന്ന പരിപാടിയാണ്. അതുകൊണ്ട് കടിക്കുന്ന പരിപാടി ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മൃദുവായിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പങ്കാളിയെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞു, രോമങ്ങളൊക്കെ നന്നായിട്ട് കളയുവാനായിട്ട് ശ്രദ്ധിക്കുക. കുറ്റിത്തലമുടികളൊന്നും ശരീരത്ത് കാണുവാനായിട്ട് ഇടവരാതിരിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ പ്രൈവറ്റ് പാർട്ടിൽ ദുർഗന്ധം അകത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തേന് രഹസ്യഭാഗങ്ങളിൽ പുരട്ടുക. അത് കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള മണമൊക്കെ പോകാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ രഹസ്യഭാഗങ്ങളിലൊക്കെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അമ്ലത്തിൻ്റെ ടേസ്റ്റ്, അസിഡിറ്റിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ 65-9 എന്ന ഒരു കാര്യം നമുക്ക് മനോഹരമായിട്ട് വൃത്തിയായിട്ട് പങ്കാളിക്ക് അറുപ്പും വെറുപ്പും ഒന്നും കൂടാണ്ട് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് ലൈംഗിക ജീവിതം കൂടുതൽ മനോഹരമായിരിക്കാനും ഒരു പങ്കാളിയിൽ നിന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സുഖവും സന്തോഷവും ഒക്കെ ലഭിച്ച് നമ്മുടെ ഈ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റ് ബന്ധങ്ങളിൽ ചെന്നുപെടുക, അത്തരത്തിൽ അവരിൽ നിന്നുള്ള ലൈംഗിക രോഗങ്ങൾ പിടിപെടുക, കുടുംബജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാകുക, ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടൊക്കെ തന്നെയാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഉള്ള വീഡിയോസ് ഓരോ ആളുകളും ഡോക്ടേഴ്സോ അല്ലാത്തവരൊക്കെ വന്ന് പറയുന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക.